ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ഡെയിലി അനാലിസിസ് ഷോ. എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ അനാലിസിസിലേക്ക് നോക്കാം. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് 5 ദിവസം കണ്ടിന്യൂസ് സെല്ലിംഗ് ആയതുകൊണ്ട് ഇന്ന് റിവേഴ്സലിന് ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു റിവേഴ്സൽ ആയെന്ന് വന്നിരുന്നത് ഇവിടെ നിന്ന് ഇതിന് ഓപ്പൺ ആയതിനു ശേഷം റിവേഴ്സലോട്ട് പോയി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് 5 മിനിറ്റ് ചാർട്ടിലോട്ട് നോക്കാം. 5 മിനിറ്റ് ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ ഒരു ഷാർപ്പ് സെൽ ഓഫ് ആയിരുന്നു. അവിടെ നിന്ന് സഡൻ റിവേഴ്സൽ വി ടൈപ്പ് റിക്കവറിയാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നൊരു അത് ക്യാൻഡിൽ പിന്നെ മുകളിലോട്ട് പോകുമായിരുന്നു. ട്രേഡ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഇത്രയും വലിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ട്രേഡ് ഞാൻ എടുക്കാറില്ല. അപ്പോൾ ഇവിടെ ഒരു എൻട്രി കിട്ടിയില്ല. പിന്നെ അത് ഇത് ഒരു ബുള്ളിഷ് ക്യാൻഡിലും അല്ല, ഒരു എൻഗൾഫിങ് അല്ല, അതുകൊണ്ട് ട്രേഡ് കിട്ടിയില്ല. അതുകൊണ്ട് ട്രേഡ് എടുക്കാൻ ഈ സ്ട്രാറ്റജി പ്രകാരം ഇന്നുണ്ടായില്ല. പിന്നെ അത് 26,100 വരെ പോയിട്ട് അവിടെ നിന്നൊരു സെൽ ഓഫ് ഉണ്ടായിരുന്നു. സെൽ ഓഫിൽ റിവേഴ്സലുണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് ഷാർപ്പ് ഈ ഒരു ബൈയിങ് സോണിൻ്റെ അവിടെ നിന്ന് ഒരു ബൈയിങ് തിരിച്ചൊരു റിവേഴ്സലും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഇങ്ങനത്തെ ദിവസം വരുമ്പോൾ ഇതൊരു കണ്ടിന്യൂസ് 2 ക്യാൻഡിലാണ്. അപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ അടുത്തൊരു സപ്പോർട്ട് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു റിവേഴ്സൽ ഇവിടെ നിന്നൊരു ബൈയിങ് എടുക്കാം. പക്ഷേ ഈ ഒരു ക്യാൻഡിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടുത്തൊരു ഇതൊരു പ്രോപ്പർ ബുള്ളിഷ് ക്യാൻഡിലല്ല. ഞാൻ നല്ലൊരു ഇതേപോലത്തെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഇവിടെ ഫോം ആയതെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ബൈയിങ് എടുക്കാമായിരുന്നു. ഈ ഒരു ക്യാൻഡിൽ ആ സപ്പോർട്ടിലല്ല ഫോം ആയിട്ടുള്ളത്. ഈ ക്യാൻഡിൽ ഈ ഏരിയയിലുള്ള സപ്പോർട്ടിലാണ് ഫോം ആയിട്ടുള്ളത്. ഞാൻ കുറച്ചും കൂടെ സൂം ചെയ്യാം. ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലോ ഈ ഒരു ഏരിയയിലാണ് ഫോം ആയിട്ടുള്ളത്. സപ്പോസ് ഈ ഫസ്റ്റ് 2 ക്യാൻഡിലിൻ്റെ ആ ഒരു സോണിൽ ഈ ഒരു സോണിലാണ് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ട്രേഡ് എടുക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതായിരുന്നു പ്രോപ്പർ ട്രേഡ്. ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ഇവിടെ നമുക്ക് ട്രേഡ് എടുത്താൽ നമുക്ക് ഇതുവരെ നമുക്കൊരു 3 o'clock വരെ ഹോൾഡ് ചെയ്യാം. പക്ഷേ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇന്ന് 2 o'clock ആയി. ലേറ്റ് ആയിട്ടുള്ള ട്രേഡ് നോർമലി ഞാൻ പ്രിഫർ ചെയ്യാറില്ല. ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഈ ഏരിയയിലാണ് ഫോം ആയിട്ടുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഈ ഏരിയയിലാണ് ഫോം ആയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്കൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാമായിരുന്നു വിത്ത് സ്മോൾ സ്റ്റോപ്പ് ലോസ്. അതിൻ്റെ താഴെയുള്ള സ്റ്റോപ്പ് ലോസ് മതിയാവും. ഇത് ഇത്രയും വലിയ സ്റ്റോപ്പ് ലോസ് ആയതുകൊണ്ടാണ് നമ്മൾ സ്ട്രാറ്റജി പ്രകാരം ഒരു എൻട്രി കിട്ടാത്തത്. നോ പ്രോബ്ലം, നമുക്ക് എല്ലാ ദിവസവും എൻട്രി എടുക്കണം നിയമമൊന്നുമില്ല. നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ സ്ട്രാറ്റജിയിൽ വരുന്ന ഒരു എൻട്രി ഉണ്ടെങ്കിലേ നമുക്ക് റിസ്ക് റിവാർഡ് മീറ്റ് ആവത്തുള്ളൂ. ഈ കേസിൽ നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ എക്സിറ്റ് ആണോ നമുക്ക് അറിയാൻ പറ്റില്ല. മീൻസ് ഇവിടെ ഒരു ബുള്ളിഷ് എൻഗൾഫിങ് ഇല്ലായിരുന്നു, നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ താഴെ വയ്ക്കാനും പറ്റില്ല. അപ്പോൾ നമ്മൾ എവിടെ എൻട്രി എടുത്തോ ഇവിടെ തന്നെ സ്റ്റോപ്പ് ലോസ് വയ്ക്കണം. അല്ലെങ്കിൽ നോർമലി എൻ്റെ ട്രേഡ് പ്രകാരം ഞാൻ ഒരു എക്സിറ്റ് പ്രതീക്ഷിക്കാറില്ല. എൻട്രി മാത്രമേ എക്സ്പെക്റ്റ് നോക്കാറുള്ളൂ. എക്സിറ്റ് നമുക്ക് മാർക്കറ്റ് എങ്ങനെയാണ് റിവേഴ്സ് ആണത് അത് വെച്ചിട്ട് നമുക്ക് എക്സിറ്റ് എടുക്കാം. അപ്പം നോർമലി അങ്ങനെ വരികയാണെങ്കിൽ ഒരു എൻഗൾഫിങ് ക്യാൻഡിലിൻ്റെ താഴെ ആയിരിക്കും ഞാൻ വയ്ക്കാറുണ്ടാവുക. പക്ഷെ അങ്ങനെ ഇവിടെ എൻഗൾഫിങ് ഇല്ലായിരുന്നു. ഇത് കഴിഞ്ഞൊരു എൻഗൾഫിങ് ഇല്ല, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്നെങ്കിലും ഒരു എൻട്രി എടുക്കാറ്, അതും എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു എൻഗൾഫിങ് ക്യാൻഡിൽ ഫോം ആയിട്ടില്ല. സോ മാർക്കറ്റ് മൂവ്, അതേപോലെ മാർക്കറ്റ് മൂവ് ആവട്ടെ എന്ന് വിചാരിച്ചു. മൂവായി അപ്പിലോട്ട് പോയി തിരിച്ച് അതേപോലെ റിട്ടേൺ ആയിട്ട് വന്നു. സോ സ്ട്രാറ്റജി ഇന്ന് വർക്കായില്ല. ഇന്ന് ഒരു എൻട്രി കിട്ടിയില്ലായിരുന്നു. നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി കുറച്ച് നെഗറ്റീവ് ആയിരുന്നു കമ്പയർ ടു നിഫ്റ്റി. ഇവിടെ നിന്നൊരു കണ്ടിന്യൂസ് ക്യാൻഡിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സോണിൽ ഒരു ബുള്ളിഷ് ഒരു അത്യാവശ്യം ബുള്ളിഷ് ക്യാൻഡിലാണ്. അത് ക്രോസ് ആവുകയും ചെയ്തു. ബട്ട് അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് റിവേഴ്സൽ ട്രേഡ് ഇപ്പോൾ നമുക്ക് ഇത്രയും സ്റ്റോപ്പ് ലോസേ വരുന്നുള്ളൂ. ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു സപ്പോർട്ട് സോണിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആയെന്ന് പറഞ്ഞാൽ ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ആയാൽ നമുക്ക് ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് ഇത്രയും സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നുള്ളൂ. ഓക്കെ, ഈ സ്റ്റോപ്പ് ലോസ് വയ്ക്കുമ്പോൾ നമുക്ക് ഇത് ഹിറ്റായി, ഇത് മുകളിലോട്ട് പോയിട്ട് തന്നെ ഹിറ്റായി. ഉടൻ തന്നെ നമ്മൾ റിവേഴ്സ് ട്രേഡ് എടുക്കുന്നു. റിവേഴ്സ് ട്രേഡ് എടുത്തിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ റിവേഴ്സ് ട്രേഡിൻ്റെ ഹോൾഡിംഗ് പൊസിഷൻ നമ്മളിപ്പോൾ ബുള്ളിഷ് ആണ് നോക്കുന്നത്. റിവേഴ്സ് ട്രേഡ് എടുക്കുമ്പോൾ ബിയറിഷ് എൻഗൾഫിങ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വയ്ക്കും. ഇവിടെ ആഡ് ഓൺ പൊസിഷൻ ഒന്നുമില്ല, താഴോട്ട് പോയി. പക്ഷേ ആഡ് ഓൺ പൊസിഷൻ ഇല്ലാത്തതുകൊണ്ട് ഇത് തന്നെ ആയിരിക്കും സ്റ്റോപ്പ് ലോസ്. ആ സ്റ്റോപ്പ് ലോസ് ഓൾമോസ്റ്റ് 3 o'clock ആകുമ്പോൾ 3 o'clock നമ്മൾ ഇതിൻ്റെ ആ പൊസിഷനിൽ തന്നെ വലിയ നമുക്ക് ബെനിഫിറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല ഈ നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം. സോ ഓൾമോസ്റ്റ് നിഫ്റ്റിയിലും സ്റ്റോപ്പ് ലോസ് ഡേ ആയിരുന്നു, ബാങ്ക് നിഫ്റ്റി സ്റ്റോപ്പ് ലോസ് ഡേ ആയിരുന്നു, നിഫ്റ്റിയിൽ ഒരു എൻട്രി കിട്ടിയില്ല. ഓക്കെ, നിഫ്റ്റി സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി സ്മോൾ ക്യാപ്പും കണ്ടിന്യൂസ് സെല്ലിംഗ് പ്രഷർ ഉണ്ട്.
ഈ ഒരു സോണിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഒരു ഡൗൺവേർഡിലോട്ടുള്ള ഒരു ട്രെൻഡിങ് കാണുന്നുണ്ട്. നാളത്തെ നമുക്ക് നോക്കാം. നാളത്തെ മൂവ് അനുസരിച്ച് നമുക്ക് ഡിസൈഡ് ചെയ്യാം താഴോട്ടാണോ മുകളിലോട്ടാണോ എന്ന്. ബിറ്റ് കോയിൻ നോക്കുകയാണെങ്കിൽ ആ ഒരു ഡബ്ല്യു പാറ്റേൺ ഫോം ആവുന്നുണ്ട്. നമ്മൾ എൻട്രി ഇവിടെ ആയിരുന്നു പറഞ്ഞിരുന്നത്. ആ ഒരു സോണിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, സിൽവറിൽ ഒരു സെൽ ഓഫ്, ഇന്നലെ ഒരു സെൽ ഓഫ് ഉണ്ടായിരുന്നു. ഇന്ന് ഒരു നല്ലൊരു സെല്ലിംഗ് ക്യാൻഡിലാണിത്. നമുക്ക് ഇവിടെ ഒരു ലാസ്റ്റ് ഹോൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ ഒരു ഫസ്റ്റ് സെൽ ഓഫ് ആണിത്. നമുക്ക് നോക്കാം ഇത് എങ്ങനെ പോകുമെന്ന്. പിന്നെ നമ്മൾ ഡെയിലി ഹീറ്റ് മാപ്പ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു സ്ലൈറ്റ്ലി പോസിറ്റീവ് ആയിരുന്നു, 0.18%. നിഫ്റ്റി നെക്സ്റ്റ് 50 0.23% അപ്പായിരുന്നു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് നെഗറ്റീവ് ആയിരുന്നു, -2.24%. നിഫ്റ്റി 50 സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ടെക്കം, എച്ച് ഡി എഫ് ലൈഫ് എല്ലാം പോസിറ്റീവ് ആയിരുന്നു. ടെക്കം 1.51%, HDFC ലൈഫ് 1.41, TCS 1.48, SBI ലൈഫ് 1.41, ഇതെല്ലാം അപ്പായിരുന്നു. ഡൗൺ നോക്കുകയാണെങ്കിൽ ഹിൻഡാൽകോ -0.65, റിലയൻസ് -0.88, ഇൻഡിഗോ -2.39. ഇൻഡിഗോ നല്ലൊരു ഫോളായിരുന്നു ഇന്ന്. നിഫ്റ്റി നെക്സ്റ്റ് 50 നോക്കുകയാണെങ്കിൽ ടൊറന്റ് ഫാർമ 2.34 അപ്പായി, HAL 1.89%, മാസ്ഡോക്ക് 1.61, LTIM 1.48. ഇതെല്ലാം അപ്പായ സ്റ്റോക്കുകളാണ്. ഡൗൺ സൈഡ് നോക്കുകയാണെങ്കിൽ ബജാജ് ഹോൾഡിംഗ്സ് -1.04, അദാനി പവർ -1.29, JSW എനർജി -2.30, ഹിന്ദുസ്ഥാൻ സിങ്ക് -1.75. ഇതെല്ലാം ഡൗൺ ആയ സ്റ്റോക്കുകളാണ്. നമ്മൾ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ സിമെന്റ് 9.99% അപ്പായിരുന്നു. ഇന്ന് സിമെന്റ് സ്റ്റോക്ക് എല്ലാം ഇന്ന് അപ്പായിരുന്നു. JSW സിമെന്റ് എല്ലാം അപ്പായിരുന്നു. ഹിന്ദുസ്ഥാൻ കോപ്പർ 7.02, കിർലോസ്കർ എഞ്ചിനീയറിംഗ് 6.71, വിജയ 5.98. ഇതെല്ലാം അപ്പായ സ്റ്റോക്കാണ്. മെയിൻലി ഡൗൺ സൈഡ് സ്റ്റോക്കിലുള്ളത് കെയ്ൻസ് 6. കെയ്ൻസ് നമുക്ക് കെയ്ൻസിന്റെ സ്റ്റോക്ക് വിശദമായി പിന്നീട് ഒരു വിശകലനം ചെയ്യാം. കെയ്ൻസ് ഞാൻ ട്രാക്ക് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. -6.32%, ഓക്ക് ഫാർമ -6.06%, ഓല ഇലക്ട്രിക് -5.02%, ആംബർ -4.34%. ഇതെല്ലാമാണ് ഡൗൺവേർഡിലുണ്ടായിരുന്ന സ്റ്റോക്കുകൾ. നമ്മുടെ മെയിൻലി ന്യൂസ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ DI FI ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ FIs 1944 crore rupees സെല്ല് ചെയ്തിട്ടുണ്ട്. അതേപോലെ DI 3661 crore ബൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് DI ആക്ടിവിറ്റീസ്. മെയിൻലി ഇന്നത്തെ ന്യൂസ് നോക്കുകയാണെങ്കിൽ റുപ്പി അഗെയിൻ ഓൾ ടൈം ലോ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 90.41 ആയിരുന്നു ഓൾ ടൈം ലോ ഹിറ്റ് ചെയ്തത്. പിന്നെ നാളെ നമുക്ക് RBI പോളിസി ഉണ്ട്. മോസ്റ്റ്ലി എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് 25 ബേസിസ് പോയിന്റ് റിഡക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിന് ഒരു 50 ബേസിസ് പോയിന്റ് ആണെങ്കിൽ മാർക്കറ്റിന് ഒരു സർപ്രൈസ് ആയിരിക്കും. ഒരു ഷാർപ്പ് മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇതെല്ലാം ഇന്നത്തെ ന്യൂസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.